ഇന്നായിരുന്നേ അതിപ്രശസ്തമായ ചക്കുളത്തുകാവ് നാരീപൂജ. വേറെ ഒരു അമ്പലങ്ങളിലും കേട്ടിട്ടില്ലാത്ത ഒരു പ്രത്യേകതയാണിത്. ഇതാണ് ഉദ്ഘാടന ചടങ്ങുകളാണ് കാണുന്നത്. സ്ത്രീകളെ ഭഗവതിയായിട്ട് സങ്കല്പിച്ച് പാദപൂജ ചെയ്യുന്ന ഒരു ചടങ്ങാണിത്, നാരീപൂജ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരുപാട് സ്ത്രീകൾ പങ്കെടുക്കും. ഈ കാണിച്ചിരിക്കുന്നത് പോലെ സ്ത്രീകളെ അലങ്കരിച്ച പീഠത്തിലിരുത്തി കാല് തളികയിൽ വെച്ചിട്ട് ക്ഷേത്രത്തിലെ മെയിൻ പൂജാരിയാണ് ഇങ്ങനെ പൂജിക്കുന്നത്. കാല് കഴുകിയിട്ട് ധനുമാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയാണ് ഈ ചടങ്ങ് നടക്കുക. മുപ്പട്ട് വെള്ളിയാഴ്ച എന്ന് പറയും. യഥാർത്ഥത്തിൽ 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവങ്ങളുടെ 12 നോമ്പ് ഉത്സവങ്ങളുടെ ഒരു ഭാഗമാണ് ഈ നാരീപൂജയും. ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ടെമ്പിള് ആലപ്പുഴ ജില്ലയിലെ തലവടി എന്ന സ്ഥലത്തുള്ള നീരേറ്റുപുറം ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത്. ഈ 12 നോമ്പ് ഉത്സവങ്ങളിൽ ഇരുമുടി കെട്ടുമായിട്ട് സ്ത്രീകൾ ഈ അമ്പലത്തിൽ വരും. അതുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത്. ഇവിടുത്തെ പൊങ്കാല മഹോത്സവം വളരെ പ്രശസ്തമാണ്. ഈ പ്രാവശ്യത്തെ പൊങ്കാല മഹോത്സവം രാധിക സുരേഷ് ഗോപിയായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെ ഒരുപാട് കലാകാരികൾ ഈ പൊങ്കാലയിൽ മുമ്പൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. വളരെ പ്രശസ്തമാണ് ഇവിടുത്തെ പൊങ്കാലയും. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞാൽ ഏറ്റവും പ്രശസ്തമായ പൊങ്കാല ചക്കുളത്തുകാവ് പൊങ്കാലയാണ്. എങ്കിലും ഇവിടുത്തെ ഒരു ഏറ്റവും വേറെങ്ങും കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേകതയാണ് ഈ നാരീ പൂജ. ആ ദിവസം സ്ത്രീകളെയെല്ലാം ദൈവമായിട്ട് ഭഗവതിയായിട്ട് ആരാധിക്കുകയാണ് ചെയ്യുന്നത്. അമ്പലത്തിന് നേരെ എതിരെയുള്ള ഒരു സ്റ്റേജ് ഇങ്ങനെ തയ്യാറാക്കിയിട്ട് അവിടെ സ്ത്രീകളെ ഇരുത്തി പൂജിച്ച് അത് വളരെ ആ സ്ത്രീകൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഉത്സവമല്ലേ. പ്രത്യേകമായിട്ട് 1-2 സ്ത്രീകളെയൊക്കെ വെച്ച് ഇങ്ങനെ പൂജ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരുപാട് സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ എല്ലാം പാദപൂജ ചെയ്യുന്ന ഒരു ഉത്സവം ഈ അമ്പലത്തിൽ മാത്രമേ കേട്ടിട്ടുള്ളൂ. വളരെ പെട്ടെന്ന് പ്രശസ്തി ആർജിച്ച ഒരു ക്ഷേത്രമാണ് ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രം. ഭഗവതി ഇവിടെ വനദുർഗയായിട്ടാണ് ഇരിക്കുന്നത്. ശക്തി സ്വരൂപിണിയാണ് ഈ ചക്കുളത്തുകാവ് അമ്മ. ഈ ക്ഷേത്രത്തിൽ ശിവകുടുംബം ഉൾപ്പെടെ മറ്റെല്ലാ ഉപദേവതമാരും ഉണ്ട്. 12 നോമ്പ് മഹോത്സവത്തിനോടനുബന്ധിച്ച് തിരുവാഭരണ ഘോഷയാത്രയുമുണ്ട്. അങ്ങനെ ശബരിമലയുമായിട്ട് വളരെയധികം സാമ്യമുണ്ട് ഇവിടുത്തെ രീതികൾക്ക്. അമ്മേ ഭഗവതി കാത്തുരക്ഷിക്കണേ. ഓം നമഃ ശിവായ.